ചിലപ്പോൾ ഈ ഒരു കലോത്സവ വേദിയിലെത്തുമ്പോൾ ചേട്ടൻ്റെ മനസ്സിലുള്ള എന്തൊക്കെയാണ് ഓർമ്മകൾ വരുന്നത്? അല്ല, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ICSE സ്കൂളായതുകൊണ്ട് ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല ആ കാലത്തൊക്കെ. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും അത് പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. CBSEക്ക് വേറെ കലോത്സവം അല്ലേ? എന്നിട്ടും ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്ന് പറയുന്ന പട്ടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂരിന് കഴിഞ്ഞ വർഷം ഒരു നെറ്റിപ്പട്ടം കിട്ടി, അത് ചാർത്തി അല്ലേ. ഇത് രണ്ടാമത്തെ എന്താണ് എല്ലാം പൂർണ്ണ രൂപത്തിലൊരു പൂരമാണ് നടക്കാൻ. ഈ വർഷത്തെ 2026 പൂരത്തിൻ്റെ കേട്ടൺ റൈസറാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാനങ്ങനെയാണ് കരുതുന്നത്. ഉത്സവങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം, എല്ലാം മറന്ന്. അതുകൊണ്ടാണ് സിനിമയ്ക്കും നാടകത്തിനും അതുപോലെയുള്ള കലാരൂപങ്ങൾക്കെല്ലാം പ്രസക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആനന്ദത്തിൽ ഒന്നാറാടും. എല്ലാവർക്കും അവരവരുടേതായ വിഷമങ്ങളും വ്യഥകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കലാരൂപം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു എന്താണ് ഒരു ആർട്ടിസ്റ്റിക് ബൊനാൻസ മുമ്പിലിരിക്കുമ്പോഴത്തേക്ക് എല്ലാം മറന്നു പോകും അല്ലേ. കൂടെയുള്ളവരുടെ അത് സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും മാതാപിതാക്കളായാലും അതിന് തത്തുല്യരായ ഗുരുനാഥന്മാരായാലും എല്ലാവരും ഒന്ന് ചിലപ്പം തോളിലൊക്കെ കൈകുത്തി ചാടി ആർത്തുല്ലസിക്കുന്ന മുഹൂർത്തങ്ങൾക്ക് എപ്പോഴും ആഘോഷങ്ങളെന്ന് പറയുന്നത് വലിയ പ്ലാറ്റ്ഫോമായി മാറും. ഇത് ലോകം മുഴുവൻ ഇത് പൂരം കാണുന്നത് പോലെ തന്നെ കാണും അല്ലേ. നമ്മുടെ നാട്ടിലുള്ള മലയാളികളൊക്കെ ഇതിരുന്ന് കാണും. എന്നതിൻ്റെ വ്യാപ്തി എന്താണ്, ദൃശ്യ മാധ്യമങ്ങളിലൂടെ മറ്റ് സോഷ്യൽ മീഡിയ ഗാഡ്ജറ്റ്സിലൂടെയൊക്കെ ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് അളക്കാൻ പറ്റാത്ത തരത്തിൽ അത്രയും തന്നെ വിപുലമായിട്ട് ഇതിന് സഞ്ചാരമുണ്ട്. ആ സഞ്ചാരം നൽകുന്ന സന്തോഷം എല്ലാം കൊണ്ടും സന്തോഷ നിമിഷങ്ങളാണ്, നാളുകളാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇനം ഏതായിരിക്കും? പ്രത്യേകിച്ച് ഭരതനാട്യം. എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ്, ക്ലാസിക്കൽ മ്യൂസിക് മൊത്തത്തിൽ മ്യൂസിക്, അത് ഏത് മ്യൂസിക് ആയാലും. ഫോക്കും ഭയങ്കര ഇഷ്ടമാണ്. അതെ. മിമിക്രിയുടെ ഒരു ഗുണമാണോ ദോഷമാണോ എന്ന് മറ്റുള്ളവർ അപഗ്രഥിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മിമിക്രി എന്ന് പറയുന്നത് ഒരു അനായാസേന ചെയ്യാവുന്ന കലാരൂപമല്ല. പഠിപ്പിക്കാനൊക്കത്തില്ല മിമിക്രി നമുക്ക്. ബാക്കിയെല്ലാം നമ്മൾ ഭരതനാട്യമായാലും സംഗീതമായാലും എല്ലാറ്റിനും ഗുരുനാഥന്മാരുണ്ടാകും. ഇത് ഗുരു ആരാണ്? സ്വയം ഗുരു. അതുപോലെ തന്നെ എന്താണോ മനസ്സിൽ പതിഞ്ഞത്, ആ പതിഞ്ഞ രൂപം. ഇപ്പം ജയൻ ചേട്ടൻ ഗുരുവാണ്. അതുപോലെ ആരെയാണോ മനസ്സിൽ കയറ്റിയാലല്ലേ ഒരു പെയിൻറ്റർ, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിനും മനസ്സിൽ കയറിയാലേ. MT വാസുദേവൻ നായരുടെ ഒരു ശിലാരൂപം ഉണ്ടാക്കണമെങ്കിലും ഒരു വര വരയ്ക്കണമെങ്കിലും ഹൃദയത്തിലുണ്ടാവണം അല്ലേ. മറ്റുള്ള കലകളുടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്ത്, പക്ഷേ ബേസിക്കായിട്ട് ആ ക്വാളിറ്റി ഉണ്ടാവണം. ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഒരു മനോധർമ്മം എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ നിഷ്കർഷതകളിലൂടെ സഞ്ചരിക്കുന്നതിനും, എന്നാൽ അതിൽ തന്നെ പുതുമയാർന്നത് എന്ത് നൽകാൻ പറ്റും. ക്ലാസിക്കൽ മ്യൂസിക്കിലും ഒക്കെ ഇന്നോവേറ്റീവ് മ്യൂസിക്കുണ്ട്. കോണ്ടംപററി ആവരുത്, പക്ഷേ ഇന്നോവേറ്റീവായിട്ടുള്ളത്. അപ്പം മ്യൂസിക്, ഡാൻസ്, ആക്ടിങ് പോലും നമുക്ക് പഠിപ്പിക്കാം. മിമിക്രി അങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അതൊരു പ്രത്യേകതരം ടിമ്പറാണ് മിമിക്രി ചെയ്യുന്ന ആർട്ടിസ്റ്റിന്. 64ാമത്തെ സ്കൂൾ കലോത്സവമാണ്. 24 വേദികളുണ്ട്. ഈ 24 വേദികൾക്ക് ഓരോ പുഷ്പങ്ങളുടെ പേരായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ മിനിസ്റ്ററുടെ മുണ്ട് നോക്കുമ്പോൾ താമരപ്പൂവാണ്. അയ്യോ, ഇത് നിങ്ങൾ ഇനി പുറകോട്ട് പോയി ഒന്ന് പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. ഇത് ഞാനൊരു 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന മുണ്ട്. 3 വർഷമായിട്ട് എന്തായാലും, 3 4 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന മുണ്ടാണ്. ഇതൊന്നും എനിക്ക് താമരക്കണ്ണൻ്റെ മുമ്പിലേക്കാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇല്ല, ഇതിനകത്തൊക്കെ ഈ രാഷ്ട്രീയം
പെട്ടെന്ന് നമ്മൾ രാഷ്ട്രീയം കണ്ടാൽ അങ്ങനെ തോന്നും. രാഷ്ട്രം എന്ന് വിചാരിച്ചാൽ തോന്നില്ല. താമര എന്ന് പറയുന്നത് ദേശീയ പുഷ്പമാണ്. റോസ പുഷ്പം പോലെ തന്നെ ഉള്ളതാണ്. പിന്നെ താമരയോട് എങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയം കാണാൻ പറ്റുന്നത്? അത് പൂജാപുഷ്പമാണ് അല്ലേ? താമര ഇങ്ങനെ കുളത്തിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും അത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയാൻ തോന്നുന്നു? ഇല്ല. അതിനോടൊരു പ്രണയം വരും. അപ്പം പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളോടും നമുക്ക് പ്രണയമുണ്ടാകും. ആ പ്രണയ കണ്ണുകൊണ്ട് കണ്ടാൽ അതിന് ഭംഗിയായി തോന്നും. രാഷ്ട്രീയ കണ്ണുകൊണ്ട് കാണുന്നത് അത് കാണുന്നവരുടെ കുഴപ്പം മാത്രമാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. എനിക്ക് ആരെങ്കിലും വഴിതെറ്റിച്ചതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ മന്ത്രിക്ക് പിന്നെ അങ്ങനെ തോന്നിയിട്ടത് തിരുത്തിയെന്ന് ഞാൻ പറയത്തില്ല. ഇല്ല, അതങ്ങനെ മതി എന്ന് തീരുമാനിച്ചു. അത്രയും ഞാൻ കാണുന്നുള്ളൂ. ഭംഗിയാണ്, താമരയും ഭംഗിയാണ്, ചെമ്പരത്തിയും ഭംഗിയാണ് അല്ലേ? അരളിപ്പൂവിലും അതുപോലെ തന്നെയല്ലേ പറയുന്നത്? അരളിപ്പൂവും നല്ല ഭംഗിയല്ലേ കുലച്ച് നിൽക്കുന്നത്? താമര വിരിഞ്ഞതിൻ്റെ ഒരു അസ്വസ്ഥതയായിട്ട് ഇല്ല, അങ്ങനൊന്നുമില്ല. അത് ഇതിന് പുറത്താണ്. ഇത് കലാലോകമാണ്, ഇത് ദിവ്യലോകമാണ്. അവിടെ അതൊന്നും കാണേണ്ട കാര്യമില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അവരത് കഴുകിക്കളഞ്ഞിട്ടുണ്ട്. സുഷേട്ടത്തിൽ ഒരു ചോദ്യം കൂടി ഇപ്പോഴത്തെ ചോദിക്കുന്നു. ശബരിമലയിൽ ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ശബരിമല കേസ്. സ്വാമി ശരണമയ്യപ്പ.